അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജോളി ജെയിംസ്. ഞാൻ ചന്ദ്രനഗർ ഇടവയിൽ നിന്ന് വരുന്നു. എൻ്റെ കുടുംബത്തിലുണ്ടായ 2 സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 1 വർഷം മുമ്പേ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ വീട്ടിൽ വന്നിട്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു. അവൻ്റെ മകൻ ഫാം ഡി പഠിച്ചതാണ്, 6 വർഷത്തെ കോഴ്സാണ്. പക്ഷേ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ഇത് പഠിച്ച അനുസരിച്ചുള്ള ജോലി കിട്ടത്തില്ല. അപ്പോൾ അവന് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ബ്രദർ എന്നോട് പറഞ്ഞു, ഇത്രയും പഠിപ്പിച്ചിട്ട് ഇത്രയും കാശ് മുടക്കിയിട്ടും ഇവന് ജോലിയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ആകെ നിരാശയിലാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രിജീത്തയുടെ പുസ്തകം ഉണ്ട്, അത് പാവപരിഹാരത്തിനുള്ളൊരു പ്രാർത്ഥനയാണ്, അത് ചൊല്ലിയാൽ മതി. ഇപ്പം എൻ്റെ ബ്രദറിന് തീരെ സമയം ഉണ്ടാവില്ല പ്രാർത്ഥിക്കാൻ. എന്നാലും അവൻ ആഴ്ച 3 ദിവസമൊക്കെ ഇത് പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. അവനൊരു കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം പക്ഷേ ഈ കുട്ടിയുടെ അമ്മ നന്നായി പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞ്, എന്നിട്ട് ഞാൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ നിനക്കൊരു അടയാളം ഈശോ തരും. അങ്ങനെ പറഞ്ഞു. അത് ഇവനേതായാലും പോയി. അവൻ പറഞ്ഞു IELTS 3 പ്രാവശ്യത്തോടെ എഴുതി, പക്ഷേ അവന് വേണ്ടത്ര സ്കോർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആകെ നിരാശയിലാണ്. അങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ പുസ്തകം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് IELTS സ്കോർ കിട്ടി, അവൻ പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുസ്തകം 1 വർഷം മുടക്കാതെ പ്രാർത്ഥിക്കണം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മുടങ്ങാതെ ഈ പുസ്തകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര കട്ടിയാണ്. പിന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ അവന് ഉയർന്ന ശമ്പളത്തിൽ നല്ല ജോലി കിട്ടി. അവൻ കഴിഞ്ഞ മാസം പോയി അവിടെ ജോയിൻ ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഫാം ഡി എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് തുല്യമായിട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഡോക്ടർമാർ ആദ്യത്തെ ഒരു സെക്ഷൻ രോഗികളെ ഡയഗ്നോസ് ചെയ്യുക, രോഗം ഡയഗ്നോസ് ചെയ്യുക. മരുന്ന് കുറിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെ ഡോക്ടർമാർ തന്നെയല്ല, അത് ഫാം ഡി പഠിച്ച ഡോക്ടേഴ്സ് തന്നെയാണ് ഒരു ഡോക്ടർമാർക്ക് എഴുതാം. അത് ഫാം ഡി പഠിച്ചവരാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ അതിന് സാധ്യതകളില്ല. മറ്റ് ഡോക്ടർമാർ അത് അംഗീകരിക്കില്ല, സമ്മതിക്കില്ല. വിദേശ രാജ്യങ്ങളിലുള്ള അങ്ങനെ പഠിച്ച് ജയിച്ച ഒരു കൊച്ചിന് വേണ്ടി ഈ പ്രജീത്തയുടെ പ്രയർ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവൻ പരീക്ഷയിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു, അതിൽ വിജയിച്ചു. അവൻ ഓസ്ട്രേലിയയിൽ ഇന്ന് ജോലി ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ 1 വർഷമെങ്കിലും ഈ ബ്രിജീത്തയ്ക്ക് വെളിപ്പെടുത്ത ഈശോയുടെ പീഡാനുഭവത്തെ നിങ്ങൾ ധ്യാനിക്കണം. അത് പാപപരിഹാരമാണ്, ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ്. മറ്റൊരു സാക്ഷ്യം എൻ്റെ ചേച്ചിയുടെ മകന് വേണ്ടിയിട്ടാണ്. ചേച്ചിയുടെ മകൾക്ക് നേഴ്സിങ്ങിന് സെലക്ഷൻ കിട്ടിപ്പോയത് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ജർമ്മനിയിൽ. അപ്പം ഹസ്ബൻഡിന് പോകണമല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തു, ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ അവനൊരിക്കലും പോകാൻ പറ്റുന്നില്ല. അപ്പം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് ഈ പുസ്തകം കൊടുത്തിട്ടുണ്ട്, പുസ്തകം മുടങ്ങാതെ ചൊല്ലുന്നതാണ്. അപ്പം എനിക്ക് തോന്നി മകൻ പലപ്പോഴും സൺഡേ കുർബാനയിൽ പോകുന്നില്ല, അങ്ങനെ തോന്നി. ഒരു തോന്നലാണ്, എങ്ങനെ വന്നു എന്നും അറിയില്ല. പിന്നെ അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അവൻ പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല സൺഡേ, അതുപോലെ കുടുംബ പ്രാർത്ഥന അവൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അവനിങ്ങനെ ജോലിക്ക് പോകും, ജോലിക്ക് പോയാൽ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അന്നേരം ബാംഗ്ലൂരാണ് ജോലി. പിന്നെ ഈ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകാതിരിക്കുന്നതാണ്, അവൻ അമ്മയുടെ അടുക്ക വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, വിശുദ്ധ കുർബാനയ്ക്ക് അതിൻ്റേതായ വിലയുണ്ട്, നമ്മളെ ഏറ്റവും ഭയഭക്തിയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. പിന്നെ ക്രിസ്ത്യാനി എന്നിട്ട് എന്താ കാര്യം, അവനത് ചെയ്യാത്തതുകൊണ്ട് അവന് പോകാൻ പറ്റാതെ, അങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, അവനോട് പറയാം എന്നെല്ലാം പറഞ്ഞു. ഏതായാലും പിന്നെ ഈ കൊച്ചു പോയൊരു ധ്യാനമൊക്കെ കൂടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങി, കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് നവംബർ 7-ാം തീയതി അവന് കാനഡയിലേക്ക് സെലക്ഷൻ കിട്ടി, അവന് ജോലി പ്രവേശിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മളെ കുർബാനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് സമയം ഏതാണെന്ന്, അത് വിശുദ്ധ കുർബാനയാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലും തലമുറയിലും അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. ഹല്ലേലൂയ.